ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് 5-6 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ചമണം ഒക്കെ ഒന്ന് പോകാനായിട്ടാണ് നമ്മളിതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതാ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാറില്ലേ, അതുപോലെ തന്നെ ഇത് ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ, പച്ചവെള്ളം തന്നെയാണ്. എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് നേരം നമുക്കിത് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതായി മാവിൽ നിന്നും കുഞ്ഞി ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇത് ഒത്തിരി വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കരുത്. നമ്മളിപ്പോൾ ഒത്തിരി വലിയ ബോൾസൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി വരുന്ന സമയത്ത് കഴിക്കാനായിട്ട് അത്ര രസം ഉണ്ടാവില്ല. കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതുപോലെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് തന്നെ മതിയാകും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഗോതമ്പ് ബോൾസൊക്കെ ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിനടിയിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഇഡ്ഡലി പാത്രം ഉണ്ടാവില്ലേ, അതിൽ സ്റ്റീം ചെയ്തിട്ടെടുത്താലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയിലയാണ് വെച്ച് കൊടുക്കുന്നത്. വാഴയില വെച്ച് കൊടുക്കണമെന്നും നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഗോതമ്പ് ബോൾസില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിരത്തിയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇത് നല്ല രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാവും. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടില്ലേ, ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം 30 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ടല്ല കേട്ടോ, ചെറിയ തരിയായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അതുപോലെ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ട് അരച്ചെടുക്കരുത്. കണ്ടോ, ഇതിലിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് വെള്ളത്തിൽ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കശുവണ്ടിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർക്കാം. ഇനി 1 മിനിറ്റ് നേരം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ ചതച്ചെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ തന്നെ ചതച്ചെടുത്തിട്ടുള്ള പച്ചമുളകുമാണ് ചേർക്കുന്നത്. പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 നുള്ള് കായപ്പൊടിയും നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ പരിപ്പില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ചെറുപയർ പരിപ്പൊക്കെ ആകെ കട്ട പിടിച്ച പോലെ തോന്നും. പക്ഷേ ഇത് വെന്ത് വരുന്ന സമയത്ത് വിട്ട് വന്നോളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് വിട്ട് വന്നിട്ടില്ലേ. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗോതമ്പ് ബോൾസില്ലേ, അതാണ് ഇട്ട് കൊടുക്കണത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കണ്ടോ, ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് 5 മിനിറ്റ് നേരം ഒന്നും കൂടെ ഇത് വേവിച്ചിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. കൂടുതലായിട്ടും നമ്മൾ രാവിലെ ഇഡ്ഡലിയും ദോശയൊക്കെയല്ലേ കഴിക്കാറുള്ളത്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ടല്ലേ ഈ ഒരു ഗോതമ്പൊക്കെ വേവിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗോതമ്പിൻ്റെ ടേസ്റ്റൊന്നും ഇതിൽ ഒട്ടും തന്നെ മുന്നിട്ട് നിൽക്കില്ല. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്